വെൽക്കം ടു ആഷൻ ലിറ്ററേച്ചർ. 10ാം ക്ലാസ്സിൻ്റെ പുതിയ ബുക്കിൽ ഫിസിക്സിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. ആദ്യം നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണ് അല്ലേ. അപ്പോൾ പാർട്ട് 1ൽ നമുക്ക് 4 മെയിൻ ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ ചാപ്റ്റർ സൗണ്ട് വേവ്സ് ആണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് ടേംസ് തന്നെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ആംപ്ലിറ്റ്യൂഡ്, പീരീഡ്, ഫ്രീക്വൻസി, അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കൂടാതെ വൈബ്രേഷൻസിലേക്ക് കിടക്കും. ഫോഴ്സ്ഡ് വൈബ്രേഷൻ, റെസൊണൻസ്, വേവ് മോഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, മെക്കാനിക്കൽ വേവ്സ്, ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ്, ട്രാൻസ്വേഴ്സ് വേവ്സ്, അങ്ങനെ വ്യത്യസ്തമായ വേവ്സുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. കൂടാതെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്സ്, ഓരോ വേവ്സിൻ്റെ പ്രത്യേകതകൾ, നേരത്തെ പറഞ്ഞ ആംപ്ലിറ്റ്യൂഡ്, പീരീഡ്, ഫ്രീക്വൻസി, വേവ് ലെങ്ത്, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ റിലേഷൻ ബിറ്റ്വീൻ സ്പീഡ് ഓഫ് വേവ്, ഫ്രീക്വൻസി, വേവ് ലെങ്ത്, പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ്, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്, യൂസസ് ഓഫ് അൾട്രാസോണിക് വേവ്സ്, സീസ്മിക് വേവ്സ് ആൻഡ് സുനാമി. അപ്പോൾ വേവ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്യും കേട്ടോ. രണ്ടാമത്തെ നമ്മൾ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ലെൻസസ് ആണ്. അതിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും ആണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അത് തമ്മിലുള്ള ഡിഫറൻസുകൾ, ലെൻസുമായി റിലേറ്റ് ചെയ്ത എല്ലാ ടേംസും നമ്മൾ പഠിക്കും. എക്സ്പെരിമെൻസുകളും ഉണ്ട് കേട്ടോ ഒരുപാട്. പിന്നെ മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിലുള്ളത് റേ ഡയഗ്രമാണ് കേട്ടോ. ഒരുപാട് റേ ഡയഗ്രംസ് വരയ്ക്കാനുണ്ട്. എല്ലാ ചാപ്റ്ററിൻ്റെ അവസാനം ലെറ്റ്സ് അസസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അതിൽ പ്രോബ്ലംസ് ഉണ്ട്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്. മൂന്നാമത്തെ ചാപ്റ്റർ വരുന്നത് ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ. അവിടെ നമ്മൾ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്, വിബ്ജിയോർ അല്ലേ, ഡിഫറെൻറ്റ് കളേഴ്സ്, റെയിൻബോ, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, അവിടെ നമ്മൾ കളേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്. പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാണ്, സെക്കൻഡറി കളേഴ്സ് ഏതൊക്കെയാണ്, അവ തമ്മിൽ മിക്സ് ആകുമ്പോൾ നമുക്ക് ഏതൊക്കെ കളേഴ്സ് കിട്ടും. ന്യൂട്ടൻ്റെ കളർ ഡിസ്കിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കും. പിന്നെ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്, അതുമായി ബന്ധപ്പെട്ട പലതരം എക്സ്പെരിമെൻറ്റ്സ്, കളർ ഓഫ് സെറ്റിംഗ് ആൻഡ് റൈസിങ് സൺ, ഉദയസൂര്യൻ്റെയും അസ്തമ സൂര്യൻ്റെയും നിറങ്ങൾ, അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നാലാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. അവിടെ കറണ്ട് കെയറിങ് കണ്ടക്ടർ, മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഒത്തിരി എക്സ്പെരിമെൻറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂളൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. സോളിനോയിഡ് ഒരു മെയിൻ ഭാഗമായി വരുന്നുണ്ട്. പിന്നെ മാഗ്നറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഒരു ഇലക്ട്രിക് മോട്ടർ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ്. മൂവിങ് കോയിൽ, ലൗഡ് സ്പീക്കറിനെ കുറിച്ച് പഠിക്കും. ഈ ഒരു ചാപ്റ്ററിൻ്റെ ലെറ്റ്സ് അസസ് എന്ന് പറയുന്നതിൽ നമുക്ക് ഒത്തിരി ഡയഗ്രംസും കാര്യങ്ങളും കാണാൻ പറ്റും. ഈ ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ ലെറ്റ്സ് അസസ് നിറയെ ഡയഗ്രംസ് ആണ് കേട്ടോ. ഒരുപാട് വരയ്ക്കാനുണ്ട്.